അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ ഒരു ഡിഷാണ്. ഇത് നമ്മൾ പപ്പായൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പപ്പായ ചിക്കൻ. ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഓറഞ്ച് ചിക്കനിൽ ചെയ്ത പോലെ 2 സെഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മാരിനേഷൻ എങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ മാരിനേഷൻ എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒറിഗാനോ 1 പിഞ്ച് മതി, നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ OTGയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രില്ലെടുത്ത് വെക്കാം. അതിലേക്ക് ഓരോ പീസും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഗ്രില്ലിൽ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് OTGയിൽ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് OTG ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ബേക്ക് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് OTGയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കാണ്. അപ്പോൾ പപ്പായ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരു നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് സ്പൈസസ് ആയ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഏകദേശം 1 കപ്പോളം ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പപ്പായയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്. ഈ ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് മുമ്പ് യൂസ് ചെയ്ത പാനിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം, ഇത് ഓപ്ഷണലാണ്, ഒരു മുട്ട അതിലേക്ക് ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഉടച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട ഒരിക്കലും അതിൽ കട്ട പിടിച്ച് നിൽക്കരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ മുട്ട നന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 പിഞ്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം.
ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വേറൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിക്കാണെങ്കിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊന്ന് 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമി പപ്പായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ആ പപ്പായയുടെ പച്ച ചുവന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു ഇറ്റാലിയൻ ഡിഷിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്തിയുമാണ്. ഇനി നമുക്കിതൊന്ന് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ക്രീമി പപ്പായ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് മെയിൻ കോഴ്സിൻ്റെ ഒപ്പവും ഇത് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇത് പപ്പായയുടെ ആ പച്ച ചുവന്നും വരുന്നില്ല. അത് ഞങ്ങൾ 100% ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.